തുടങ്ങാം. ഹരി ഓം. This call is now being recorded. സദ്ഗുണ സമ്പന്നനും ധർമ്മിഷ്ഠനുമായ ദശരഥ മഹാരാജാവ് കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ 3 പത്നിമാരോടും കൂടി അയോധ്യ വാണുപോന്നു. രാജ്യം നല്ലപോലെ പരിപാലിച്ചു പോരുമ്പോഴും മക്കളില്ലാത്ത ദുഃഖം അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം പുത്രകാമേഷ്ടി ഹോമം നടത്തുകയും ദേവന്മാർ സന്തുഷ്ടരാകുകയും അഗ്നികുണ്ഡത്തിൽ നിന്ന് അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ട് ദേവന്മാർ നിർമ്മിച്ചതായ പായസം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അതു സേവിച്ച് രാജ്ഞിമാർ ഗർഭിണികളാവുകയും ചെയ്തു. ഗർഭകാലം പൂർണ്ണമായപ്പോൾ 4 കുമാരന്മാർക്ക് ജന്മം നൽകുകയും ചെയ്തു. നവമി തിഥിയും പുണർദം നക്ഷത്രവും ചേർന്ന ശുഭവേളയിൽ ലോകനാഥനായ മഹാവിഷ്ണു അയോധ്യയിൽ കൗസല്യയുടെ പുത്രനായി അവതരിച്ചു. കൈകേയി പൂയം നക്ഷത്രത്തിൽ ഒരു പുത്രനെ പ്രസവിച്ചു. അടുത്ത നാളിൽ സുമിത്രാദേവി 2 പുത്രന്മാർക്ക് ജന്മം നൽകി. മോക്ഷതനായ നാരായണൻ കൗസല്യയുടെ മുൻപിൽ പൂർണ്ണമായ മഹാവിഷ്ണു ലക്ഷണങ്ങളോടെ പ്രത്യക്ഷമായി. അസംഖ്യം ആദിത്യന്മാർ ഒരുമിച്ച് ഉദിച്ചുയരുന്നത് പോലെയുള്ള തേജസ് ഇറ്റില്ലത്തിൽ നിറഞ്ഞു. പണ്ട് 3 ലോകങ്ങളെയും 2 ചുവടുകൊണ്ട് അളന്നെടുത്ത പാദകമലങ്ങളും കണ്ടുണ്ടായ ആനന്ദത്തോടെ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കി കൗസല്യാദേവി തെരുതെരെ സ്തുതിക്കാൻ തുടങ്ങി. ഭഗവൻ, അങ്ങ് മായാദേവിയെ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, രക്ഷിച്ചു, സംഹരിക്കുന്നു. സത്വാദി ഗുണങ്ങളെ ആശ്രയിച്ച് അങ്ങ് എന്തിനിതൊക്കെ ചെയ്യുന്നു എന്നത് ജ്ഞാനികൾക്ക് പോലും അറിയാൻ പ്രയാസമാണ്. അങ്ങ് പരബ്രഹ്മം എന്ന് പറയപ്പെടുന്ന പരമാത്മാവാണ്. അനന്തനും അവ്യക്തനും അവ്യയനുമാണ്. നിശ്ചലനും നിർമ്മലനും നിഷ്കളങ്കനും നിർഗുണനുമാണ് അങ്ങ്. സനകാദി ബ്രഹ്മർഷിമാരാൽ സേവിക്കപ്പെടുന്നവനായ അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. സകല ജന്മയനായ അങ്ങയുടെ ജഡരത്തിൽ അസംഖ്യം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള നിന്തിരുവടി എന്റെ ജഡരത്തിൽ വന്നു കിടക്കാൻ എന്തു കാരണമാണ് ഭഗവാനെ? ഈ നിഷ്കളങ്കയായ എനിക്ക് ഇപ്പോൾ അങ്ങയുടെ ഭക്തവാത്സല്യം വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ഭർത്താവ്, പുത്രൻ, ധനസമ്പത്ത്, കുലം തുടങ്ങിയവയടങ്ങിയ ലൗകിക ദുഃഖങ്ങളുടെ സമുദ്രത്തിൽ മുഴുകി ഞാൻ നിരന്തരം ചുറ്റിക്കറങ്ങുന്നു. അങ്ങയുടെ മഹാമായയുടെ പ്രഭാവം കൊണ്ട് ഇന്ന് ഈ പാദകമലങ്ങൾ കാണാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. ഇപ്പോൾ എന്റെ മുൻപിൽ പ്രത്യക്ഷമായ ഈ രൂപം എന്റെ പാപങ്ങൾ ഉടങ്ങാനായി എപ്പോഴും ഉൾക്കണ്ണാൽ കാണുമാറാകണം. ലക്ഷ്മി വല്ലഭനായ ലോകനാഥ, ലോകത്തെയാകെ മോഹിപ്പിക്കുന്ന മഹാമായ എന്നെ മോഹിപ്പിക്കരുതേ. ദേവേശ്വര, അലൗകികമായ അങ്ങയുടെ ഈ വിഷ്ണു രൂപം മറ്റാരും കാണും മുൻപേ മറയ്ക്കണം. ദയാനിധേ, ലാളിക്കാനും ആലിംഗനം ചെയ്യാനും പറ്റുന്ന ബാലരൂപത്തെ എനിക്കു കാട്ടിത്തരയണമേ. പുത്രവാത്സല്യം എന്ന വ്യാജേന അങ്ങയുടെ നേർക്കുള്ള ഭക്തി കൊണ്ട് ഈ ദുഃഖമയമായ സംസാര സാഗരം താണ്ടാൻ എനിക്ക് സൗകര്യമുണ്ടാക്കി തരണേ. നമസ്കരിച്ചുകൊണ്ട് കൗസല്യാദേവി ഇങ്ങനെ സ്തുതിച്ച് അപേക്ഷിച്ചത് കേട്ട് ഭക്തവത്സലനായ ഭഗവാൻ അരുളി ചെയ്തു, മാതാവേ, ഭഗവതിയുടെ അഭീഷ്ടങ്ങളെല്ലാം സാധിക്കും. ദുരഹങ്കാരിയായ രാവണനെ വധിച്ച് ലോകർക്കെല്ലാം ആനന്ദം ഉളവാക്കണമെന്ന് ബ്രഹ്മാവ്, ശ്രീ പരമേശ്വരൻ തുടങ്ങിയ ദേവന്മാർ പ്രാർത്ഥിച്ചുകൊണ്ട് മാനവ വംശത്തിൽ നിങ്ങളുടെ പുത്രനായി മനുഷ്യരൂപം ധരിച്ച് ഞാൻ ഭൂമിയിൽ ജനിച്ചതാണ്. മുൻജന്മത്തിൽ നിങ്ങൾ വളരെ കാലം എന്നെ ഉപാസിക്കുകയും ഞാൻ തന്നെ നിങ്ങളുടെ പുത്രനായി പിറക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ഈ ദിവ്യരൂപം നിങ്ങൾക്ക് കാട്ടിത്തന്ന് എന്നെ കാണാൻ കിട്ടുക പ്രയാസമാണ്. കാണാൻ കഴിയുന്നവർക്ക് മോക്ഷം ലഭിക്കും. ജനന മരണാദി ദുഃഖങ്ങൾ പിന്നീട് അവർക്ക് ഉണ്ടാവുകയേയില്ല. എന്റെ ഈ രൂപം നിത്യവും ധ്യാനിച്ചു കൊള്ളുക. അതുകൊണ്ട് തന്നെ മോക്ഷം ലഭിക്കുമെന്നുള്ളത് നിശ്ചയമാണ്. ഈ സംഭാഷണം ഭക്തിപൂർവം വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവർക്ക് മരണവേളയിൽ ഭഗവാനെ സ്മരിക്കാൻ ഇടവരികയും മരണാനന്തരം ഭഗവാനോട് സാരൂപ്യം പ്രാപിക്കാൻ ഇടവരികയും ചെയ്യുമെന്ന് അരുളി ചെയ്ത് ഭഗവാൻ മഹാവിഷ്ണു അമ്മയുടെ ആഗ്രഹപ്രകാരം ഒരു ശിശുവിന്റെ രൂപം പൂണ്ടു. ലോകങ്ങളെല്ലാം പരമാത്മ സ്വരൂപിയായ ഇവനിൽ രമിക്കുന്നു എന്ന് കണ്ടറിഞ്ഞ വസിഷ്ഠ മഹർഷി ശ്യാമവർണ്ണനായ കോമള ശിശുവിനെ രാമൻ എന്നു പേരു നൽകി. കൈകേയിയുടെ പുത്രൻ ഭരണകാര്യങ്ങളിൽ നിപുണനാകുമെന്നു ദീർഘദർശനം ചെയ്ത മഹർഷി അവന് ഭരതൻ എന്നു പേരിട്ടു. ശുഭ ലക്ഷണങ്ങൾ തെളിഞ്ഞു കണ്ടിട്ട് സുമിത്രാപുത്രനെ ലക്ഷ്മണൻ എന്നു പേരിട്ടു. സുമിത്രയുടെ 2ാമത്തെ പുത്രൻ ശത്രുവർഗത്തെ ഹനിക്കും എന്ന് കണ്ടെത്തിയ ആ ദീർഘദർശി അവന് ശത്രുഘ്നൻ എന്നു പേരു നൽകി. ഇങ്ങനെ 4 പേരുടെയും നാമകരണം എന്ന ചടങ്ങ് ഗംഭീരമായി നടത്തിയിട്ട് മഹാരാജാവ്
പത്നിമാരോടൊത്ത് ആഹ്ലാദപൂർവം വസിച്ചു. ശൈശവത്തിൽ സകലരെയും ആനന്ദിപ്പിച്ചു നടന്ന ആ കുട്ടികൾ മെല്ലെ കൗമാരാവസ്ഥയിൽ എത്തി. കുലഗുരുവായ വസിഷ്ഠ മഹർഷി വിധിപ്രകാരം കുമാരന്മാരുടെ ഉപനയനം നടത്തി. എല്ലാ വേദങ്ങളിലും അവർ നൈപുണ്യം നേടി. സകല ചരാചരങ്ങൾക്കും ഗുരുവായ ഭഗവാന്റെ ഗുരുപദവി നേടാൻ കഴിഞ്ഞ വസിഷ്ഠ മഹർഷിയുടെ ഭാഗ്യം പറഞ്ഞറിയിക്കാവതല്ല. രാമലക്ഷ്മണന്മാരും ഭരത ശത്രുഘ്നന്മാരും സേവ്യ സേവക ഭാവമെന്നോ സ്വാമി ഭൃത്യക ഭാവമെന്നോ പറയാവുന്ന തരത്തിൽ പരസ്പരം സ്നേഹവിശ്വാസങ്ങളോടെ വളർന്നു വന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മുനിശ്രേഷ്ഠനായ വിശ്വാമിത്രൻ അയോധ്യയിൽ എഴുന്നള്ളി. ഭൂമിയിൽ ശ്രീരാമനായി അവതരിച്ച പരമാത്മ സ്വരൂപനെ ഭക്തിപൂർവം കണ്ടു വണങ്ങുക എന്നായിരുന്നു മഹർഷിയുടെ ഉദ്ദേശം. അതിനും പുറമെ താൻ അമാവാസി നാൾ തോറും പിതൃദേവന്മാരെ ധ്യാനിച്ച് ഹോമം നടത്താറുണ്ട്. മാരീചൻ, സുബാഹു എന്നീ രാക്ഷസന്മാരും അവരുടെ കൂട്ടരും ആ ഹോമത്തിന് തടസ്സമുണ്ടാക്കുന്നു. അവരെ വധിക്കുന്നതിനും യാഗം രക്ഷിക്കാനുമായി ശ്രീരാമനെയും ലക്ഷ്മണനെയും കൊണ്ടുപോകുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. പുത്രനെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്ത ദശരഥ മഹാരാജാവ് വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം രാമനെയും ലക്ഷ്മണനെയും അയക്കുന്നു. ലോകരക്ഷയ്ക്കായിക്കൊണ്ട് വിശ്വാമിത്രൻ അവരെ സ്വീകരിച്ച് തിരിച്ച് യാത്ര പുറപ്പെടുന്നു. അനന്തരം താടകാവനത്തിലെത്തുന്നു. മഹർഷിയുടെ നിർദ്ദേശപ്രകാരം താടകയെ വധിച്ച് ശാപത്താൽ രാക്ഷസിയായി തീർന്ന അവൾക്ക് മോക്ഷം നൽകുന്നു. പിന്നീട് അവർ ഗൗതമാശ്രമത്തിൽ എത്തുന്നു. വന്യജീവികളില്ലാത്ത വാസയോഗ്യമായ ആ ആശ്രമം വളരെ ആഹ്ലാദത്തെ തരുന്നുവെന്നും അതിന്റെ കാരണം എന്താണെന്നും ശ്രീരാമദേവൻ ചോദിച്ചു. അതിനു മറുപടിയായി വിശ്വാമിത്രൻ അഹല്യയുടെ ശാപത്തിന്റെ കഥ വിവരിക്കുന്നു. അന്നു മുതൽ മോക്ഷത്തിനായി അഹല്യ ശ്രീരാമപാദാബ്ജം ധ്യാനിച്ചുകൊണ്ട് നിരാഹാരയായി എല്ലാം സഹിച്ച് ഇവിടെ ശിലാരൂപത്തിൽ കഴിയുന്നു. നിന്റെ പാദപാംസുക്കൾ ഏൽക്കാൻ എന്താണ് മാർഗമെന്ന് ചിന്തിച്ച് വിവശയായി അവൾ ദുഃഖിക്കുന്നു. അനന്തരം ശ്രീരാമദേവൻ ഉഗ്ര തപസ്സിൽ മുഴുകിയിരിക്കുന്ന ശിലാരൂപത്തിൽ കാൽകൊണ്ട് സ്പർശിച്ചു വണങ്ങി. ശ്രീരാമദേവനെ കണ്ട അഹല്യയ്ക്കുണ്ടായ ആനന്ദം പറഞ്ഞറിയിക്കാനായില്ല. അത്യന്തം ഭക്തിയോടെ എഴുന്നേറ്റ് കൈകൂപ്പി അദ്വയനായ അനാദ്യനെ സ്തുതിച്ചു വണങ്ങുന്നു. ആ ഭാഗം തൊട്ട് നാളെ പാരായണം തുടങ്ങാം. ഹരി ഓം. തുടങ്ങാം. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാധാരം വന്ദേഹം ഗണനായകം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം മാമി തുഞ്ചത്തെഴുമാജപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ
സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ 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 നാരായണായ നമഃ. പുത്രകാമേഷ്ടി. അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലൻ അയോധ്യാധിപതി ധർമാത്മാ വീരൻ അമരകുലവര തുല്യനാം സത്യപരാക്രമനങ്കജസമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർതൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടും കൈകേകിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാംഭുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടാനെന്തു നല്ലു നന്ദന്മാരുണ്ടാവാനെന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായ്കയാൽ എനിക്കു രാജാതി സമ്പത്തു സർവവും ദുഃഖപ്രദം എന്നറിഞ്ഞാലും വരിഷ്ഠതബോധനൻ വസിഷ്ഠനതു കേട്ടോ ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു നിനക്കു 4 പുത്രന്മാരുണ്ടായി വരുമതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സിനരപതേ വൈകാതെ വരുത്തണം ഋഷ്യശൃംഖനെ ഇപ്പോൾ ചെയ്ക നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ചാനതുകാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഖനാൽ ചെയ്യപ്പെട്ടൊരാഹൂതിയാലെ വിശ്വദേവതാഗണം തൃപ്തരായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നും പൊങ്കിനാൻ മുന്നിദേവൻ താവകം പുത്രീയമീപായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താരം തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തത്പ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂവരുമതുകാലം അപ്പോഴേ തുടങ്ങി ശോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ
ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. തത്പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവതകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും. അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം. സീമന്ത പുംസവനാദിക്രിയകളും ചെയ്തു കാമാന്തദാനങ്ങളും ചെയ്തിതു നരവരൻ. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം. അർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി. കർക്കടത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കടം. അർക്കജന്തുലത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനുമുച്ചസ്ഥനായി മകരരാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേയിയും പുഷ്യനക്ഷത്രം കൊണ്ടേ. പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും. സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധ മുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോദ്ഭവ നാരദ സനകാദി സഹസ്രനേത്രമുഖ വിഭുതേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോരു നിർമ്മലമകുടവും സുന്ദരചിഗുരവും അളക സുഷമയും കാരുണ്യാമൃതരസ സമ്പൂർണ നയനവും ആരുണ്യാംബര പരിശോഭിത ജഗനവും ശംഖചക്രാബ്ജഗദാശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു പാവന ശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഞ്ചീനൂപുരമുഖ മണ്ഡലങ്ങളും ഇന്ദുമണ്ഡലവദനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുകൊണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതെരെ സ്തുതിച്ചു തുടങ്ങിനാൾ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗതപത് നമസ്തേ ജഗത്പദേ. നിന്തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തിന് ഇതെന്നുത്തമന്മാർക്കു പോലും അറിയാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയൻ അനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ
നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിരഞ്ജന നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയ നിലയനൻ അദ്വയൻ അജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വാൻ മാനസ പത്മമധുപൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാദിഭിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി മൂലം നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യം അന്തമില്ലാത്തോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഡരത്തിലിങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി? ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാമെനിക്കിപ്പോൾ. ഭർതൃപുത്രാർത്ഥ കുല സംസാര ദുഃഖാംബുധൗ നിത്യവും നിമഗ്നയായ അത്യർത്ഥം ഭ്രമിക്കുന്നേ. നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്നു നിൻ പാദാംബോജം കാൺമാനും യോഗം വന്നു. ത്വത്കാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണം. ഈ കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശ മോഹിപ്പിച്ചിടായികമാം ലക്ഷ്മീപദേ. കേവലം അലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറക്കേണം മറ്റുള്ളോർ കാണും മുമ്പേ. ലാളനാശേഷാദ്യനുരൂപമായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിതേ. പുത്രവാത്സല്യ വ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം. ഭക്തി പൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനരുൾ ചെയ്തു. മാതാവേ ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാൻ അതു മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരും. ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ വണ്ണം. ബ്രഹ്മശങ്കര പ്രമുഖാമര പ്രവീരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവവംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ. പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. പൂർവജന്മനി പുനരതു കാരണമിപ്പോൾ ഏവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളൂ. നില്ലല്ലോ പിന്നെ ജന്മസംസാര ദുഃഖം. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളുകെന്നാൽ വന്നിടും മോക്ഷമില്ല സംശയമേതും. യാതൊരു മർത്യനിഹ നമ്മിലെ സംവാദം ഇതാദരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവനു സാരൂപ്യമെന്നറിഞ്ഞാലും. ചേതസി മരിക്കുമ്പോൾ മത്സ്മരണയുണ്ടാം ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കൈയും കുടഞ്ഞു കരയുന്നു. ഇന്ദ്രനീലാഭ പൂണ്ട സുന്ദരരൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ. ചന്ദ്രചൂടാരവിന്ദം അന്തിര വൃന്ദാരക വൃന്ദവന്തിതൻ ഭുവി വന്നവതാരം ചെയ്താൻ നന്ദനുണ്ടായിതെന്നാശു കേട്ടൊരു പങ്ക്തിസ്യന്തനൻ അനധമരമാനന്ദകുലനായ പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദി അഖിലാർത്ഥദാനങ്ങൾ ചെയ്താൻ. പുത്രവക്ത്രാബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ. ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ
ജാതനായിതു കൈകേയി സുതൻ പിറ്റേ നാളും സുമിത്രാപുത്രന്മാരുണ്ടായിതിരുവരുമിമിത്രാന്തകം ദശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും പെയ്തിതു സന്തോഷം കൊണ്ടശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണരത്നൗക വസ്ത്രഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവാനാം വിണ്ണവർ നാട്ടിലുമുണ്ടായിതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവാം ഇവങ്ങളെ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമളകുമാരനും രാമനെന്നൊരു തിരുനാമവുമേറ്റാനല്ലോ ഭരണ നിപുണനാം കൈകേയി തനയനു ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി ലക്ഷണാഹിതനായ സുമിത്രാതനയനു ലക്ഷ്മണനെന്നു തന്നെ നാമവുമരുൾ ചെയ്തു ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജാവരജൻ നാമധേയവും 4 പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായാനന്ദിച്ചാൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. വായിക്കാൻ ആളില്ലേ? ഹരിയോം വായിക്കാം. ആയിക്കോട്ടെ. ഹരിയോം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ബാലലീലകൾ. സാമോദം ബാലക്രീഡാ തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും വരദ ശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവീടുന്നു പായസാനുസാരവശാൽ കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ട ലോകാവിരാമദേവൻ കാരുണ്യാമൃതപൂർണാവാംഗവീക്ഷണം കൊണ്ടും സാരസ്യാവ്യക്തവർണാലോകപീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദേഹമാർദ്ധവം കൊണ്ടും ബന്ധൂകദന്താംബുര ചുംബനാരസം കൊണ്ടും ബന്ധൂരദന്താംകുര സ്പഷ്ടഹാസാഭ കൊണ്ടും ഭൂതലസ്ഥിത പാദാംബജദ്വയയാനം കൊണ്ടും ചേതോ മോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം. പാലദേശാന്തേ സ്വർണാശ്വസ്തവർണാകാരമായി മാലേയമണിഞ്ഞതിൽ പറ്റിയിടും ഗുരളവും അഞ്ജനമണിഞ്ഞതി മഞ്ജുളതരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണികുണ്ടലം മിന്നിടുന്ന സ്വർണദർപ്പണ സമഗണ്ഡമണ്ഡലങ്ങളും ചാർദൂല നഖങ്ങളും വിദ്രുമമണികളും ചേർത്തുടൻ കാർത്ത സ്വരമണികൾ മധ്യേ കോർത്തു ചാർത്തിയിടുന്നൊരു കണ്ടോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതോരസി ചാർത്തും തുളസീമാല്യങ്ങളും നിസ്തുല പ്രഭവത്സലാഞ്ജന വിലാസവും അംഗദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ടു ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരോപരി ചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്താൻ ഭൂമി ദേവിക്കു നാഥൻ ഭർത്താവിനധിവാസമുണ്ടായോരയോധ്യയിൽ വൽത്താർ മാനിനിമാതാനും കളിച്ചു വിളങ്ങിനാൾ. ഭൂതലത്തിങ്കലെല്ലാം എന്നു തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചിതു ലോകവും ആനന്ദിച്ചു. ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു സാമ്പ്രതി കൗമാരവും സംപ്രാപിച്ചതുമല്ലേ. വിദ്യാഭ്യാസം.
വിധിനന്ദനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകമുപനയിച്ചിതു ബാലന്മാരെ. ശ്രുതികളോടും പുനരംഗങ്ങളുപാംഗങ്ങൾ സ്മൃതികളുമാശ്രമമെല്ലാം പാഠമായതു പാർത്താലെന്തോരത്ഭുതമവ പാടവമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ. സകല ചരാചര ഗുരുവായി മരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും. സഹസ്ര പത്രോത്ഭവപുത്രനാം വസിഷ്ഠന്റെ മഹത്വമേറും ഭാഗ്യമെന്തു ചൊല്ലാവതോർത്താൽ. ധനുർവേദാംബോനിധി പാരാഗവന്മാരായി വന്നു തനയന്മാരെന്നതു കണ്ടോരു ദശരഥൻ മനസ്സി വളർന്നൊരു പരമാനന്ദം പൂണ്ടു. മുനിനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി. ആമോദം വളർന്നുള്ളിൽ സേവ്യ സേവകഭാവം രാമലക്ഷ്മണന്മാരും കൈകൊണ്ടാരതുപോലെ. കോമളന്മാരായി മേവും ഭരത ശത്രുഘ്നന്മാർ സ്വാമി ഭൃത്യക ഭാവം കൈകൊണ്ടാരനുദിനം. രാഘവനതു കാലമേകഥാ കുതൂഹലാൽ വേഗമേറിയിടുന്നൊരു തുരകരത്നമേറി പ്രാണസംഹിതനായ ലക്ഷ്മണനോടും ചേർന്നു ബാണതൂണീരഖഡ്ഗാദ്യായുധങ്ങളും പൂണ്ടു. കാനനദേശേ നടന്നിടിനാൻ നായാട്ടിനായി കാണായ ദുഷ്ടമൃഗസഞ്ചയം കൊല ചെയ്താൻ. ഹരിണ ഹരി കരി കരടി ഗിരിഗിരി ഹരിദാശാർദൂലാദികളെ മിതമന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വെച്ചു. വിധിച്ചവണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ. നിത്യവും സുഷസ്തുത്തായ കുളിച്ചൂത്തു ഭക്തി കൈകൊണ്ടു സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ജനകജനീനിമാർ ചരണാംബുജം വന്ദേ ചനുജനോടും ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു. ദണ്ഡനീതി നീങ്ങാതെ ലോകന്തങ്ങൾ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു. ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്ന് സന്തുഷ്ടാത്മനാമൃഷ്ട ഭോജനം കഴിച്ചതാ. ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദലീന ചേതസാ നിത്യം. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി. ഭൂമിയിൽ മനുഷ്യനായി അവതാരം ചെയ്ത ദേവം ഭൂമിപാലക വൃത്തി കൈകൊണ്ടു വാണിടിനാൻ. ചേതസാ വിചാരിച്ചു കാൺകിലോ പരമാർത്ഥമേതുമേ ചെയ്യുന്നോനില്ലല്ലോ വികാരവും. ചിന്തിക്കിൽ പരിണാമമില്ലാതൊരാത്മാനന്ദം എന്തൊരു മഹാവൈഭവം. ചിത്രം ചിത്രം. വിശ്വാമിത്രാഗമനം. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുല മുഖ്യനും അയോധ്യക്കമ്മാറെഴുന്നള്ളിയിടിനാൻ. രാമനായവനിൽ മായയായി ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പരമാത്മാനം സത്യജ്ഞാനാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു. വിധി നന്ദനോടും ജന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്ത്യാസസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിയിടിനാൻ. അസ്മജ്ജന്മവും ഇന്നു വന്നിതു സഫലമായി നിൻ തിരുവടിയെഴുന്നള്ളിയ മൂലം. കൃതാർത്ഥാന്തരാത്മാവായിതു ഞാനിഹ തപോനിതേ. ഇങ്ങനെയുള്ള നിങ്ങളെഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും. എന്തോന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിൻ തിരുവടിയരുൾ ചെയ്യണം ദയാനിധേ. എന്നാലാകുന്നതെല്ലാം ചെയ്വേൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താവസകുലപതേ. വിശ്വാമിത്രനും പ്രീതനായി അരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോടും ദശരഥനോടതു നേരം. ജ്ഞാനാമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീച സുബാഹു മുഖ്യന്മാരാം നക്തഞ്ചരന്മാരിരുവരും അനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായി അവനീപതേ രാമദേവനെ അയക്കേണം. പുഷ്കരോത്ഭവപുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകേണം മടിയാതെ. നല്ലതു വന്നിടുക നിനക്കു മഹീപതേ കല്യാണമതേ കരുണാനിതേ നരപതേ. ചിന്താ ചഞ്ചലനായ പങ്ക്തി സന്ധനന കൃപൻ മന്ത്രിച്ചു
ഗുരുവിനോടേകാന്തേ ചൊല്ലിയിടിനാൻ. എന്തു ചൊൽവതു ഗുരോ നന്ദനൻ തന്നെ മമ, സന്ധ്യജിച്ചിടുവതിനില്ലല്ലോ ശക്തിയൊട്ടും. എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ, നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടാഞ്ഞാൽ, അന്വയ നാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. എന്തെന്നു നല്ലതിപ്പോൾ എന്നു നിന്തിരുവടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം, സങ്കടമുണ്ടാകേണ്ട സന്തതം ധരപതേ. മാനുഷ്യനല്ല രാമൻ മാനവശിഖാമണേ, മാനമില്ലാത പരമാത്മാവു സദാനന്ദൻ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി, പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി. നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ. നിന്നുടെ പൂർവജന്മം ചൊല്ലുവാൻ ദശരഥ, മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി. നിന്നുടെ പത്നിയാകും അതിഥി കൗസല്യ, കേളെന്നിരുവരും കൂടി സന്തതിയുണ്ടാവാനായി. ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മുഹുരാത്മനി വിഷ്ണു പൂജാധ്യാനാദിയോടും, ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊൾ വരമെന്നാൻ. പുത്രനായി പിറക്കേണമെനിക്കു ഭവാനെന്നു സത്വരം അപേക്ഷിച്ച കാരണമിന്നു നാഥൻ. പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും, പൃഥ്വീന്ദ്ര ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും. ശംഖചക്രങ്ങളല്ലോ ഭരത ശത്രുഘ്നന്മാർ, ശംഖ കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായാദേവിയും സീതയായി മിഥിലയിൽ യാഗവേലായ മനയോജയായുണ്ടായി വന്നു. ആഗതനായാൽ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടുവതിനെന്നറിഞ്ഞിടേണം നീ. എത്രയും ഗുഹ്യമിതു വക്തവ്യമല്ല താനും, പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം. രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയി കണ്ടാലു മെന്നാമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ. വരിക രാമ രാമ ലക്ഷ്മണ വരിക എന്നരികെ ചേർത്തു, മാറിലണച്ചു ഗാഠഗാഠം പുണർന്നുടൻ നുകർന്നു ശിരസെങ്കൽ. ഗുണങ്ങൾ വരുവാനായി പോവിനെന്നുര ചെയ്താൻ ജനകജനനിമാർ ചരണാംബുജം കൂപ്പി. മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ. വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാവതൂണീര ബാണഖഡ്ഗപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശിക മുനി യാത്രയുമയപ്പിച്ച ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ. മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ടരുളി ചെയ്തു മുനി. രാമ രാഘവ രാമ ലക്ഷ്മണ കുമാര കേൾ, കോമളന്മാരായുള്ള ബാലകന്മാരല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നത് മൂലം. ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മഹാത്മ്യമേറുന്നൊരു വിദ്യകളിവ രണ്ടും. ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മിതികളീ വിദ്യകളെന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു. മുനി ക്ഷുൽപിതാസാദികളും തീർന്ന ബാലന്മാരുമായപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ. താടകാവധം. താടകാവനം പ്രാപിച്ചിടിനോനരന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ. രാഘവ സത്യപരാക്രമവാരിതേ രാമ, പോകുമാറില്ല ഈ വഴിയോ യാരുമേ ഇതുകാലം. പോകുമാറില്ല ഈ വഴിയാരുമേ ഇതുകാലം. കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി, വാണിടും ദേശമല്ലോ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പില്ല. ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി,
കൊല്ലണം അവളെ നീ വല്ല ജാതിയും അതീനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊന്നു ചെറുഞാണൊലി ചെയ്തു രാമനെല്ലാ ലോകവും ഒന്ന് വിറച്ചതു നേരം. ചെറുഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി പെരികെ വേഗത്താടുമടുത്തു ഭക്ഷിപ്പാനായി അന്നേരം ഒരു ശരമയച്ചു രാഘവനും ചെന്നു താടകാമാറിൽ കൊണ്ടിതു രാമബാണം. പാരതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണ രത്നാഭരണഭൂഷിതഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ജരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ. കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശുരാഘവൻ ഉപദേശിച്ചു സലക്ഷ്മണം. നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാരാസ്തയാ പുലർകാലേ. പൂക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു വന്ദിച്ചാരതു നേരം. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താർ. യാഗരക്ഷ വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു. താപസോത്തമാ ഭവാൻ ദീക്ഷിക്കയാഗമിനി താപം കൂടാതെ ഇവനേതും ചെയ്യും താപം കൂടാതെ രക്ഷിച്ചിടുവനേതു ചെയ്തും. ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിതേ. യാഗവും ദീക്ഷിച്ചിതു കൗശികനതു കാലമാഗമിച്ചിതു നക്തഞ്ചരന്മാർ പടയോടും. മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കൽ നിന്നുമത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാരതു നേരം. പാരാതെ 2 ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ. കൊന്നിതു സുബാഹുഭാമവനെയൊരു ശരമന്നേരം മാരീചനും ഭീതി പൂണ്ടോടിയിടിനാൻ. ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ ഖിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ ആർണവം തന്നിൽ ചെന്നു വീണിതു മാരീചനു. അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പിക്കാനായി. പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കേണമെന്ന ഭയം പൂക്കിയിടിനാൻ. ഭക്ത വത്സലനഭയം കൊടുത്തതു മൂലം ഭക്തനായി വന്നാനെന്നു തുടങ്ങി മാരീചനും. പറ്റർ കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ ദേവദുന്ദുഭികളും ഘോഷിച്ചാതതു നേരം. യക്ഷ കിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു ഉണർന്ന സുപൂർണാദ്രകുലനേത്രപത്മങ്ങളോടും ഉത്സംഗെ ചേർത്തു പരമാശീർവാദവും ചെയ്തു. വത്സന്മാരെയും ഭുജിപ്പിച്ചിതു വാത്സല്യത്താൽ. 3 നിരം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികനവരുമായി അരുൾ ചെയ്തിതു 4-ാം ദിവസം. പിന്നെ മുനി അരുതു വൃഥാ കാലം കളകെന്നുള്ളതേതും ജനകമഹീപതി തന്നെ മഹായജ്ഞമിനി വൈകാതെ കാൺമാൻ പോക നാം വത്സന്മാരെ. ചൊല്ലെഴും ത്രയംബകമാകിന മഹേശ്വര വില്ലുണ്ടു വിദേഹരാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വെച്ചിരിക്കുന്നു പുരാ ഭൂമി ബാലേന്ദ്രന്മാരാൽ അർച്ചിതമനുദിനം. ശോണിപാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയതനുരത്നം. താപസേന്ദ്രന്മാരോടും ഈ വണ്ണം അരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം. തത്ര ശോഭ പൂണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം. ദിവ്യപാദ ഫലദാ കുസുമഫലങ്ങളാൽ സർവമോഹനകരം ജന്തു സഞ്ചയനം ഹീനം. കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകേക്ഷണു ഈ വണ്ണം അരുൾ ചെയ്തു. ആശ്രമപദമിതവാർക്കുള്ളു മനോഹര
മാശ്രയോഗ്യം നാനാ ജന്തുവർജിതം താനും എത്രയും ആഹ്ലാദമുണ്ടായിതു മനസ്സിമേ തത്വമെന്തെന്നരുൾ ചെയ്യണം തപോനിതേ. അഹല്യാശാപമോക്ഷം എന്നതു കേട്ടു വിശ്വാമിത്രനു മുര ചെയ്തു പന്നകശായിപരൻ തന്നോടു പരമാർത്ഥം. കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാ നീ വാട്ടമില്ലാതെ തപസുള്ള ഗൗതമമുനി ഗംഗാരോദസി നല്ലോരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാ വാഴും കാലം. ലോകേശൻ നിജസുതയായുള്ളൊരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യാകാരത്നം ഗൗതമമുനീന്ദ്രനു കൊടുത്തു വിധാതാവും. കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരായവർ ഭർത്തൃ ശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമമുനീന്ദ്രനും തന്നെ പത്നിയായോരഹല്യയോടും ചേർന്ന് പർണശാലയിലത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ട് ദുശ്യവനനും കുസുമായുധവശനായാൻ ചൊന്തൊണ്ടിവായ് മലരും ബന്ധുക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പും ആസ്വദിപ്പതിനാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമകൻ. ചെന്താർവാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീരൂപം ചിന്തിച്ചു ചിന്തിച്ചാനങ്ങന്തനായി വന്നാനല്ലോ അന്തരാത്മനി വിപുത്രേന്ദ്രനും അതിനിപ്പോൾ അന്തരം വരാതെയൊരന്തരമെന്തെന്നതോർത്തു. ലോകേശാത്മജ നന്ദനനുടെ രൂപം നായകൻ കൈക്കൊണ്ടന്ധ്യയാമാദിയിങ്കൽ സന്ധ്യാവന്ദനത്തിന് ഗൗതമൻ പോയ നേരം അന്ധരാ പൂക്കാനുടചാന്തരെ പരവശാൽ സൂത്രമാമഹല്യയെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തിയിലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു. വൃത്താരാധിക്കു മുനിശ്രേഷ്ഠനെ വലാലപ്പോൾ വിസ്തസ്ത്രനായത്രയും ബഹുബുധു പൂണ്ടു നിന്നാൻ. തന്നെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈകൊണ്ടു മുനീന്ദ്രനും നില്ലാരാകുന്നതെന്ത് ദുഷ്ടാത്മാവേ ചൊല്ലെന്നോടു നീയെല്ലാമേ പരമാർത്ഥം വല്ലാതെ മമ രൂപം കൈക്കൊള്ളുവാനെന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാപാവി സത്യമെന്നോടു ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയുകാകിൽ ഭസ്മമാക്കുവനിപ്പോൾ. ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനന്നുഹം. വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിൻ തിരുവടി പൊറുത്തുകൊള്ളേണമേ. സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ക ദുഷ്കർമ്മ ഫലമെല്ലാം. തപസീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകം പൂക്കപ്പോൾ അഹല്യയും ബേബുതു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ. കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർത്ഥ്യം നന്നുപാരം ദുഷ്കൃതമൊടുങ്ങുവാൻ ഇതിനു ചൊല്ലിയിടുവൻ. നിഷ്കൃതിയായുള്ളൊരു ദുർധര മഹാഭ്രതം കാമകിങ്കരരെ ശിലാരൂപവും കൈകൊണ്ടു നീ രാമപാദാംജം ധ്യാനിച്ചിവിടെ വസിക്കേണം. നീഹാരാധവായു വർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാ ജന്തുക്കളൊന്നും അവിടെയുണ്ടായി വരാം. കാനനദേശേ മദീയാശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും ശ്രീരാമപാദാംബോജ സ്പർശമുണ്ടായിടും നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു ഭൂതമാനസയാലെ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാർശംഭൂക്കാം. അന്നു തൊട്ടിവിടെ വാണിയിടിനാളഹല്യയും നിൻ തിരുമലരടി ചെന്തളിർപ്പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു. സന്തോഷ സന്താനമേ
സന്തോഷ സന്താനമേ ചിന്താമണേ, ആരാലും കണ്ടുകൂടാത്തൊരു പാഷാണാംഗിയായി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മാനന്ദനയായ ഗൗതമ ഭക്തിയുടെ കൽമഷശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാദേവി. എന്നാൽ ഗാധിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കയും പിടിച്ചുടജാങ്കണം പൂക്കാൻ ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപമഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വെച്ചിതു രാമദേവൻ, ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ. കോമളരൂപൻ മുനിഭഗ്നിയെ വണങ്ങിനാൻ, അന്നേരം നാഥൻ തന്നെ കാണായി ദഹല്യയ്ക്കും വന്നാരാനന്ദമേതും ചൊല്ലാവതല്ലല്ലോ. താവസേട്ടനായ കൗശിക മുനിയോടും താവസഞ്ചയം നീങ്ങുമാറ് സോദരനോടും ശാപനാശകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസോടും സുസ്മിത വക്ത്രത്തോടും ശ്രീവാസാംബുജദള സന്നിപനേത്രത്തോടും വാസവനീലമണി സംഘാശഗാത്രത്തോടും വാസവാദ്യമൗരഗവന്ദിത പാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായി ദഹല്യയ്ക്കും. തന്നുടെ ഭർത്താവായ ഗൗതമതബോധനൻ തന്നോടു മുര ചെയ്തു മോർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥ നർണോജലവിലോചനൻ പത്മജാമനോഹരൻ. ഇത്തമാത്മനി ചിന്തിച്ചുത്ഥാനം ചെയ്തു ഭക്ത്യാ സത്വരമർഘ്യാദികൾ കൊണ്ടു പൂജിച്ചിടിനാൾ. സന്തോഷാശ്രുക്കൾ ഒഴുകിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ. ചിത്തകാമ്പിലങ്കേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മുഹുരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗദവർണ്ണത്തോടും അദ്വൈനായൊരാനധ്യ സ്വരൂപനെ കണ്ട് സദ്യോജാതാനന്ദാബ്ദി മഗ്നയായി സ്തുതി ചെയ്താൾ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ കൃതി രമതാം രാമ രാമ.